വർക്കല പുന്നമൂട് മാർക്കറ്റിൽ ചന്തപ്പിരിവ് ഇനത്തിൽ കച്ചവടക്കാരിൽ നിന്നും വൻതുക ഈടാക്കുന്നതായി പരാതി ഉയരുന്നു. മത്സ്യ കച്ചവടക്കാരാണ് ഇതുമൂലം കൂടുതലും ദുരിതം അനുഭവിക്കുന്നത്. വർക്കല നഗരസഭാ പരിധിയിലെ പുന്നമൂട് മാർക്കറ്റിൽ ചന്തപ്പിരിവിനത്തിൽ മാർക്കറ്റ് ലേലം പിടിച്ചയാൾ കച്ചവടക്കാരിൽ നിന്നും വൻതുക ഈടാക്കുന്നതായാണ് പരാതി ഉയരുന്നത്. കഴിഞ്ഞ വർഷം 4,42,000 രൂപയ്ക്കാണ് മാർക്കറ്റ് ലേലം പിടിച്ചത്. കച്ചവടക്കാരിൽ നിന്നും കഴിഞ്ഞ വർഷം പിരിച്ചെടുത്തത് 10 ലക്ഷത്തിൽ പരം രൂപയാണെന്ന് പറയപ്പെടുന്നു. ഇക്കുറി 8 ലക്ഷത്തിൽ പരം രൂപയ്ക്കാണ് മാർക്കറ്റ് ലേലത്തിൽ പോയത്. ഇത് തിരിച്ചുപിടിക്കാൻ മാർക്കറ്റിലെ പാവപ്പെട്ട കച്ചവടക്കാരെ പിഴിയുകയാണത്രേ. മീൻ കച്ചവടക്കാരാണ് ഇതുമൂലം ഏറെ ബുദ്ധിമുട്ട് അനുഭവിക്കുന്നത്. 150-ൽ പരം മീൻ കച്ചവടക്കാർ ഇവിടെയുണ്ട്. കച്ചവടത്തിന് ഈടാക്കുന്നത് 20 രൂപ, ഇരിപ്പിടത്തിന് 20 രൂപ, മീൻ തട്ടിന് 10 രൂപ, ആകെ 50 രൂപ ഒരാൾ ഒരു ദിവസം നൽകണം. എങ്ങനെ തങ്ങളുടെ ജീവിതം മുന്നോട്ട് പോകുമെന്ന് കച്ചവടക്കാർ ചോദിക്കുന്നു. പണ്ടേ 10 രൂപയാണ് ചന്തക്കൂലി കൊടുക്കുന്നത്. ഒരു വെട്ടി മീനിന് 10 രൂപ. അപ്പൊ ഈ ഒരു വെട്ടി മീനിന് 10 രൂപ കൊടുക്കുന്ന സമയത്ത് അവർ വന്നിട്ട് പറഞ്ഞു ചന്ത അവർ കഴിഞ്ഞ തവണ 4,40,000 രൂപയുടെ പിടിച്ച്. ഇപ്പൊ ഈ തവണ അവർ മത്സരിച്ച് പിടിച്ചിട്ട് എതിരിന് പിടിച്ചിട്ട് 8,80,000 42,000 രൂപ പിടിച്ചതിന് ശേഷം ഇപ്പൊ അവർ അമിതമായി ചന്തക്കൂലി മേടിക്കുന്നുണ്ട്. അമിതമായി ചന്തക്കൂലി മേടിക്കുന്നു. ഒരു പെട്ടി മീനിന് 20 രൂപ 30 രൂപ ഒക്കെ വെച്ച് മേടിക്കുന്നു. പിന്നെ രണ്ടാമത്തെ കാര്യം ഒരു നാക്കാലി എടുത്തിട്ടാൽ 20 രൂപ മേടിക്കും, 10 രൂപ മേടിക്കും, പല കണക്കിനും മേടിക്കും. അമിതമായ ചന്തക്കൂലി മേടിക്കുന്നു. ഇങ്ങനെ ഒരു ദിവസം 5,000 രൂപയുടെ പിരിവുണ്ട്. കഴിഞ്ഞ ഒരു 3,000-4,000 രൂപയുടെ പിരിവുണ്ട്. ഒരു പ്രതിമാസം ഒരു വർഷത്തേക്ക് ഒരു 10 ലക്ഷം രൂപയ്ക്കുള്ളിൽ 10,80,000 രൂപ പിരിയും. 10,80,000 രൂപ കഴിഞ്ഞ വർഷം പിരിഞ്ഞു. അപ്പൊ ഈ തവണ അതിൽ കൂടുതൽ ഒരു 20 ലക്ഷം രൂപയ്ക്കുള്ളിൽ പിരിയും. അപ്പൊ ഇത് അമിതമായി മേടിച്ചുകൊണ്ടിരിക്കുകയാണ്. ഈ വിഷയത്തിൽ വാർഡ് കൌൺസിലർ പുന്നമൂട് രവി ഇങ്ങനെയാണ് പ്രതികരിച്ചത്. ചില ആളുകൾ ഇങ്ങനെ എന്നെ കണ്ടപ്പോൾ പറഞ്ഞു പരാതിയുണ്ടെന്ന് പറഞ്ഞു, അത് കേട്ട് പിരിക്കുന്നെന്ന് പറഞ്ഞു. അപ്പോൾ അതിന്റെ അടിസ്ഥാനത്തിൽ ഞാൻ കൌൺസിലിൽ ഈ വിഷയം അവതരിപ്പിക്കുകയും ഞാൻ തന്നെ ഒരു നിർദ്ദേശം വെച്ചു. ഇതിനെപ്പറ്റി ഒരു അന്വേഷണം നടത്തുകയും അതുപോലെ തന്നെ ബോർഡ് സ്ഥാപിച്ച് ഓരോന്നിനുള്ള ഫീസ് നിശ്ചയിച്ച് ഒരു ബോർഡ് വയ്ക്കണമെന്നുള്ള നിർദ്ദേശം വയ്ക്കുകയും ചെയ്തു. അതിന്റെ അടിസ്ഥാനത്തിൽ കൌൺസിൽ അത് തീരുമാനമെടുക്കുകയും ചെയ്തു. മാർക്കറ്റ് രാത്രികാലങ്ങളിൽ സാമൂഹ്യ വിരുദ്ധരുടെ കേന്ദ്രമാകുന്നതായും പരാതിയുണ്ട്. മദ്യക്കുപ്പികൾ ഇവിടെ കുന്നുകൂടി കിടക്കുന്നു. ACV ന്യൂസ്, വർക്കല.